അത്യാധുനിക സൗകര്യങ്ങൾ വന്നിട്ടും ഇന്നും പാട്ടുകളും വാർത്തകളും റേഡിയോ വഴി മാത്രം കേൾക്കുന്ന ഒരു 54-കാരനുണ്ട്. ഇരിങ്ങാലക്കുട സ്വദേശി സുരേഷ്. ആകാശവാണിയിലെ ഗാനമാണ് സുരേഷിനെ റേഡിയോയിലേക്ക് ആകർഷിച്ചത്. നാല് പതിറ്റാണ്ടിലധികമായി റേഡിയോ വഴി വാർത്തകൾ അറിയുകയും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. അത്യാധുനിക സൗകര്യങ്ങൾ വന്നിട്ടും താൻ കേട്ടു ശീലിച്ച റേഡിയോ എന്ന ഉപകരണത്തെ സുരേഷിന് മറക്കാനായില്ല. പഴയ കാലത്തെ പോലെ തന്നെ വലിയ കൃത്യനിഷ്ഠതയോടെ സമയക്രമം അനുസരിച്ച് ഇന്നും റേഡിയോ പരിപാടികൾ ശ്രവിക്കുകയാണ്. ന്യൂസും പിന്നെ അയ്യപ്പൻ പാട്ട്, പുള്ളവൻ പാട്ട്, കുമ്മാട്ടിക്ക് അതുപോലെ തന്നെ കൈക്കൊട്ടിക്കളി കേൾക്കാറുണ്ട്. പിന്നെ തൊഴിലവസര വാർത്തകൾ കേൾക്കാറുണ്ട്, പാടിയ വാർത്തകൾ കേൾക്കാറുണ്ട്. കൂടുതൽ പാട്ട് കേൾക്കാറ് പാട്ടിന്റെ പരിപാടി കേൾക്കാറ്. റേഡിയോയുടെ പ്രതാപകാലം മുതലേ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും മറ്റുമാണ് ആദ്യം സുരേഷിനെ റേഡിയോയിലേക്ക് ആകർഷിച്ചത്. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു. ഏറ്റവും പ്രിയപ്പെട്ടത് വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും. മലയാളത്തിൽ പുറത്തിറങ്ങുന്ന എല്ലാ പുതിയ ഗാനങ്ങളും ആകാശവാണി വഴി സുരേഷ് മനസ്സിൽ പതിപ്പിച്ചു. ഗാനരചയിതാവിന്റെയോ സംഗീതം നൽകിയ ആളുടെയോ പേരുകൾ ചോദിച്ചാൽ കൃത്യമായി സുരേഷ് ഉത്തരവും നൽകും. സ്വകാര്യ കമ്പനിയിൽ ടാക്സ് കൺസൾട്ടന്റായി ജോലി ചെയ്യുമ്പോഴും റേഡിയോ കേൾക്കുക നിർബന്ധമാണ്. ടെക്നോളജികൾ മാറി മാറി വന്നാലും സുരേഷിന് പ്രിയം റേഡിയോട് തന്നെയാണ്. ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിൽ സുരേഷിന് ഇന്നും പരിഭവമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.